ഈ യൂട്യൂബിന് ഇടയ്ക്കിടയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. വളരെ നല്ല അടിപൊളി അപ്ഡേറ്റുകളൊക്കെ തന്നതിന് ശേഷം വെറുതെ കുത്തിയിരുന്ന് ഒരു പണിയുമില്ലാതെ കുരിപ്പിച്ച് ഒരു ആവശ്യമില്ലാതെ നമുക്ക് നല്ല പണി തരുന്ന അപ്ഡേറ്റുകളും യൂട്യൂബ് കൊണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള 3 അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ 3 അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത അപ്ഡേറ്റുകൾ തന്നെയാണ്. ഇതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഷോർട്ട് വീഡിയോസ് ഇടുന്നവരുടെ ഷോർട്സിൻ്റെ വ്യൂസ് ഇനി മുതൽ കുറയ്ക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് ഇനി മുതൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് വൈറലാക്കാൻ നന്നായി ബുദ്ധിമുട്ടേണ്ടി വരും. ബാക്കി 2 അപ്ഡേറ്റുകളും അത് ഈ ലോങ് വീഡിയോസ് ഇടുന്നവരുടെ വാച്ച് അവർ കുറയ്ക്കുന്ന അപ്ഡേറ്റുകളാണ്. അതായത് മോണിറ്റൈസ് ആകാൻ വേണ്ടി വാച്ച് അവർ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി മുതൽ വാച്ച് അവർ കൂട്ടാൻ ഈ 2 അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ നന്നായി ബുദ്ധിമുട്ടും. യൂട്യൂബിൽ ഒരുപാട് ആളുകളുടെ കംപ്ലൈൻറ്റുകളൊക്കെ കിട്ടി ഈ അപ്ഡേറ്റ്സ് യൂട്യൂബ് പിൻവലിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. പക്ഷേ നിങ്ങളൊരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ ഈ 3 അപ്ഡേറ്റുകളും നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ പറയാൻ പറ്റത്തുള്ളൂ, കാരണം ഈ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. ഇതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് ഷോർട്സിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതാണ് ഷോർട്സ് 0 ടൈം ലിമിറ്റ്. അതായത് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് എങ്ങനെയാണ് ഈ ഷോർട്ട് വീഡിയോസ് കാണുന്നത്? അവർ ഷോർട്ട് ഫീഡിൽ ഇതേപോലെ സ്വൈപ്പ് ചെയ്താണ് നമ്മുടെ ഈ ഷോർട്ട് വീഡിയോസ് കാണുന്നത്. അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ടൈംസ് ഇതേപോലെ സ്വൈപ്പ് ചെയ്ത് ഈ ഷോർട്ട് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാവുന്നതാണ്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതേപോലെ സ്വൈപ്പ് ചെയ്ത് ഷോർട്ട് വീഡിയോസ് കാണാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളും ഉണ്ട് കേട്ടോ. മുതിർന്നവരും കുട്ടികളും ഒക്കെ ഇതിൽ ഉൾപ്പെടും. അപ്പോൾ ഇവർ ഈ ഷോർട്ട് ഫീഡിൽ ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഷോർട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാലോ അവർ ചിലപ്പോൾ അതിനെ 5ഉം 6ഉം പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് അടിച്ച് കണ്ടെന്നും വരും. അപ്പം നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഈ ഷോർട്ട് ഫീഡിൽ ഓടി തന്നെ നമുക്ക് ഒരുപാട് വ്യൂസും കിട്ടാറുണ്ട്. പലരുടെ ഷോർട്ട് വീഡിയോസ് ഇതിലൂടെ തന്നെ വൈറലാകാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഈ ഷോർട്ട് ഫീഡിൽ നിന്ന് തന്നെ കിട്ടാറുമുണ്ട്. ഇവിടെയാണ് യൂട്യൂബ് ഒരു മുട്ടൻ പണിയുമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇനി മുതൽ ഓഡിയൻസിന് സ്വയം ഡിസൈഡ് ചെയ്യാം അവർക്ക് ഒരു ദിവസം എത്ര നേരം ഷോർട്ട് വീഡിയോസ് കാണണം, അതല്ലെങ്കിൽ അവർക്ക് ഷോർട്ട് വീഡിയോസ് കാണുകയേ വേണ്ട. അപ്പോൾ ഓഡിയൻസ് ഡിസൈഡ് ചെയ്യാണ് എനിക്ക് ഒരു ദിവസം 1 മണിക്കൂർ ഷോർട്ട് വീഡിയോസ് കണ്ടാൽ മതി. അപ്പോൾ അവർ ആ ഒരു ദിവസം 1 മണിക്കൂർ മാത്രമേ ഷോർട്ട് വീഡിയോസ് കാണിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അവരെ ഷോർട്ട് വീഡിയോസ് കാണിക്കുകയേ ഇല്ല. അതുപോലെ തന്നെ ഇവിടെ 0 ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 0 ടൈം ആരെങ്കിലും സെറ്റ് ചെയ്ത് കൊടുത്താൽ അവരെ ഷോർട്ട് വീഡിയോസ് കാണിക്കുകയേ ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു സെറ്റിങ്സ് ഓഡിയൻസ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബിളി ഒരുപാട് പേരൻസ് ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള ഒരു സെറ്റിങ്സ് ആണിത്. അപ്പോൾ അങ്ങനെ ആളുകൾ ഈ സെറ്റിങ്സ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നല്ല ഷോർട്ട് വീഡിയോ ഇട്ടാലും ശരി, അത് ഷോർട്ട് ഫീഡിൽ കയറി ഓടിയാലും ശരി, നിങ്ങളുടെ ഷോർട്ട് വീഡിയോയ്ക്ക് പഴയതുപോലെ ഇനി മുതൽ വ്യൂസ് കിട്ടത്തില്ല. നിങ്ങൾ ഒരുപാട് നല്ല ഷോർട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ അത് വൈറലായെന്ന് വരാം. അതർവൈസ് ഇനി മുതൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് വൈറലാകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു സെറ്റിങ്സ് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി 2ഉം 3ഉം അപ്ഡേറ്റ് നമ്മുടെ വാച്ച് അവർ കുറയ്ക്കുന്ന അപ്ഡേറ്റുകളാണ്. അത് മാത്രമല്ല ഇത് രണ്ടും കണക്റ്റഡുമാണ് കേട്ടോ. കാരണം ഈ 2ാമത്തെ അപ്ഡേറ്റ് കുറച്ച് നാൾ മുമ്പേ യൂട്യൂബ് കൊണ്ടുവന്നിരുന്നതാണ്. പക്ഷേ യൂട്യൂബിന് തോന്നി കാണും നമ്മളെ ശരിക്കും അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ യൂട്യൂബിന് പറ്റിയിട്ടില്ല. അതുകൊണ്ട് യൂട്യൂബ് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ 3ാമത്തെ അപ്ഡേറ്റും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2ാമത്തെ അപ്ഡേറ്റ് നോക്കാം, അതിനുശേഷം നമുക്ക് 3ാമത്തെ അപ്ഡേറ്റ് നോക്കാം. ഈ 2ാമത്തെ അപ്ഡേറ്റ് ആണ് ആസ്ക് അബൌട്ട് വീഡിയോ AI സമ്മറി. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നതാണ്. അതായത് ഈ ഓഡിയൻസ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആസ്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ആസ്ക് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഓഡിയൻസിന് വേണ്ടിയുള്ള ആസ്ക് സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഓഡിയൻസിനെ ഇവിടെ ചോദിക്കാം ഈ വീഡിയോയെക്കുറിച്ചുള്ള ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്തതാ. അപ്പോൾ ഈ യൂട്യൂബ് AI ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്ത് അവരുടെ മുന്നിൽ കൊടുക്കും. അപ്പോൾ ഈ ഓഡിയൻസ് എന്ത് ചെയ്യും, ഈ സമ്മറി വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ വീഡിയോ പിന്നെ അവർ മുന്നോട്ട് കാണത്തില്ല. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവരവരുടെ പാട്ടിന് പോകും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷൻ ഇവിടെ കുറഞ്ഞു പോകും, നമ്മുടെ വാച്ച് അവറും ഇവിടെ കുറഞ്ഞു പോകും. അപ്പോൾ ഈ പുതിയ യൂട്യൂബേഴ്സ് പെട്ടെന്ന് വാച്ച് അവർ കൂട്ടി മോണിറ്റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെയൊക്കെ വാച്ച് അവർ കുറഞ്ഞു പോകും. അവർക്ക് പെട്ടെന്ന് വാച്ച് അവർ കൂട്ടുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇത് നേരത്തെ വന്നിരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. പക്ഷേ യൂട്യൂബിന് തോന്നി കാണും നമ്മളെ ബുദ്ധിമുട്ടിച്ചത് യൂട്യൂബിന് മതിയായിട്ടില്ല. അതുകൊണ്ട് യൂട്യൂബ് 3ാമത്തെ ഒരു
അപ്ഡേറ്റ് കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മൂന്നാമത്തെ അപ്ഡേറ്റ് ടി വിയിൽ യൂട്യൂബ് വീഡിയോസ് കാണുന്ന ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഇന്നത്തെ സമയത്ത് പല ആളുകളും ഈ കേബിൾ കണക്ഷനോ ഡിഷോ ഒന്നും ഉപയോഗിക്കാറില്ല. എല്ലാവരും ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസും അതുപോലെ യൂട്യൂബും ഒക്കെയാണ് ടി വിയിലും ഉപയോഗിക്കുന്നത്. എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ടി വിയിലൂടെ യൂട്യൂബ് വീഡിയോസ് കാണുന്ന ഒരുപാട് ആളുകളുമുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് നന്നായിട്ട് വാച്ച് അവറും കിട്ടാറുമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പണിയാണ്, ഈ ടി വിയിൽ ഈ യൂട്യൂബ് വീഡിയോസ് കാണുന്നവർക്കും ഒരു ഫീച്ചർ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ്, കോൺവെർസേഷണൽ AI ഓൺ TV. അതായത് ഇവിടെ ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്കിപ്പോൾ ഇന്നത്തെ ടി വിയിൽ നമുക്ക് റിമോട്ടിലൂടെ നമുക്ക് ഈ സൗണ്ട് കൊടുത്ത് വോയിസ് കൊടുത്തിട്ട് ടെക്സ്റ്റുകളും കാര്യങ്ങളും അതുപോലെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഇവിടെ യൂട്യൂബ് ഈ ടി വിയിലും ഈ AI ഇൻബിൽട്ട് ചെയ്തിട്ട് ഇവിടെയും നമ്മൾ ടി വിയിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ ചോദിക്കാവുന്നതാണ്, റിമോട്ടിലൂടെ വോയിസ് കൊടുത്ത് ചോദിക്കാവുന്നതാണ്, ഇതിൻ്റെ ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്തതാ. അപ്പോൾ ഇവിടെയും ഈ യൂട്യൂബ് ഒരു സമ്മറി അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അവർ ഈ സമ്മറി വായിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ സ്കിപ്പ് ചെയ്ത് അവരുടെ പാട്ടിന് പോകും. അവർ നമ്മുടെ വീഡിയോസ് ഒട്ടുമേ കാണത്തില്ല, കാരണം അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അവർ ഈ സമ്മറിയിലൂടെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇവിടെയും നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷനും കുറഞ്ഞു പോകും, നമ്മുടെ വാച്ച് അവറും കുറഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ഒരു മുട്ടൻ മണി നേരത്തെ തന്നത് പോരാഞ്ഞിട്ട് യൂട്യൂബ് ഇപ്പോൾ ടി വിയിൽ നമുക്ക് കൊണ്ടു തന്നിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആളുകൾ മൊബൈലിൽ വീഡിയോ കണ്ടാലും ടി വിയിൽ വീഡിയോ കണ്ടാലും ശരി, ഈ ആസ്ക് സ്റ്റുഡിയോ എന്ന് പറയുന്ന സംഭവം രണ്ടിടത്തും വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വാച്ച് അവർ ഇനി മുതൽ കുറഞ്ഞെന്ന് വരാം. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ, നിങ്ങൾ വാച്ച് അവർ പെട്ടെന്ന് കൂട്ടി മോണിറ്റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വാച്ച് അവർ കൂട്ടാൻ ഇനി സമയമെടുത്തെന്ന് വരാം. അതുപോലെ തന്നെ ഇവിടെ ഓഡിയൻസ് റിട്ടൻഷനും കുറയുന്നുണ്ട്. അപ്പോൾ ഈ മോണിറ്റൈസ് ആയ ചാനലുകൾക്ക് അവരുടെ വീഡിയോസിന് വ്യൂസും കുറഞ്ഞു പോയെന്ന് വരാം. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു അപ്ഡേറ്റ് ഷോർട്സിനെ കുറിച്ചുള്ളത്, അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്സ് വ്യൂസും ഇവിടെ കുറഞ്ഞു പോയെന്ന് വരാം. അപ്പോൾ ഇതാണ് 3 അപ്ഡേറ്റുകൾ, നല്ല പണി തരുന്ന അപ്ഡേറ്റുകൾ. ഈ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.